വൻ തീപിടുത്തം, 13 പേർ മരിച്ചു. നിരവധി പേർ ഇപ്പോഴും കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്നിലധികം ഫ്ളാറ്റുകളിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. തായ്പേയിലെ വാങ്ഫങ് കോട്ടിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ദൃശ്യങ്ങൾ കാണാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ജിജിൻ ജയപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിജിൻ, ആ ദൃശ്യങ്ങളിൽ തന്നെ എത്രത്തോളം വലിയൊരു ഫ്ളാറ്റ് സമുച്ചയമാണ് അത് നമുക്ക് മനസ്സിലാക്കും. 5000-ലധികം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റെസ്ക്യൂ അപ്ഡേറ്റ് എന്താണ്? ആര് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഏറ്റവും ഭയാനകമായ സാഹചര്യത്തിൽ കൂടിയാണ് ഹോങ്കോങ് ഇപ്പോൾ കടന്നു പോകുന്ന ഏറ്റവും ജനസാന്ദ്രതയുള്ള ലോകത്തെ തന്നെ നഗരങ്ങളിലൊന്നാണ് വാങ്ഫങ് കോട്ട് എന്ന് പറയുന്ന സ്ഥലം. 2000-ഓളം റെസിഡൻഷ്യൽ ഏരിയ ഈ പ്രദേശത്ത്, ഈ തീപിടുത്തമുണ്ടായ മേഖലയിൽ മാത്രമുണ്ട്. അതായത് നമ്മുടെ ഒരു വാർഡിൻ്റെ വലിപ്പത്തിൽ അധികം തന്നെ ആ തീപിടുത്തമുണ്ടായ മേഖലകളിൽ ജനസംഖ്യയുണ്ട്. അതിൽ നിരവധി ആളുകൾ ഇപ്പോഴും ആ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അവിടെയുള്ള അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 13 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നതെങ്കിൽ കൂടിയും അതിലുമേറെ എത്രയോ ഇരട്ടിയിലേറെ പേർക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് അവിടെ നിന്ന് വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഒരു താൽക്കാലികമായ മുളകൾ രൂപീകരിച്ച് മുളകൾ വെച്ചുകൊണ്ട് അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. അതിലാണ് ഈ ഒരു തീപിടുത്തമുണ്ടായത്. ആ തീ കൂടുതൽ കെട്ടിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. നിരവധി കെട്ടിടങ്ങൾ, ഏകദേശം 4 അതിലധികമോ കെട്ടിടങ്ങളിലേക്ക് തീ പടരുകയും സ്ഫോടന സമാനമായ രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആര്യ, ശരി. ജിജിൻ ജയ്പാലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ ഭയാനകമായ സാഹചര്യമാണ് നിലവിൽ ഹോങ്കോങ്ങിലുള്ളത്. 5000-ലധികം ആളുകൾ താമസിക്കുന്ന, ജിജിൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. മരിച്ചവരിൽ ഒരു രക്ഷാപ്രവർത്തകനും ഉൾപ്പെടുന്നുണ്ട്.